അവിടുന്ന് ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ്. അതിനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം പറഞ്ഞ വാങ്ങിച്ചു തന്നു, പള്ളിയിൽ നിന്ന് ചീട്ടൊക്കെ വാങ്ങിച്ചു തന്നു. വെള്ളം കഴിക്കണമല്ലേ, അതിനൊന്നും കുഴപ്പമില്ല. ചീട്ടൊക്കെ എടുത്ത് തന്നു പള്ളിയിൽ നിന്ന്. കാരണം ഇപ്പൊ ഈ വീടിന്റെ തറ ശരിക്കും പറഞ്ഞാൽ മണ്ണിനടിയിലാണ്, സമനിരപ്പല്ല, നല്ല വ്യത്യാസം താന്നാ നിൽക്കണം. അപ്പൊ മഴ പെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഓട്ടം പോട്ട് വരുമ്പോ ഇവള് വെള്ളം അകത്തു നിന്ന് കോരി കളണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല, ലാസ്റ്റാണിത്. ഇതേ പള്ളി ഇപ്പൊ ഇതിന് നമുക്ക് എന്തെങ്കിലും കിട്ടി തുടങ്ങിയാൽ ഒക്കെ ഉണ്ട്. ആള് കറിയൊക്കെ വെക്കും, സെറ്റപ്പ് പൊങ്ങണ്ട. ഞാൻ വെറുതെ നിൽക്കാന്ന് നമുക്കിപ്പോ ഒന്നും ഇല്ലെന്ന് പറയണ്ട. നമുക്കിപ്പോ ഒരു വീടുണ്ടെന്ന് പറയാം, 4 സെന്റ് സ്ഥലമാണെന്ന് പറയാം. പക്ഷെ അങ്ങോട്ട് താമസിക്കാൻ പറ്റാത്ത പുണ്യാള ഫാമിലിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറെ നാളായി ഇപ്പൊ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പൊ പൊതുവെ ഓട്ടം ഭയങ്കര മോശമാണ്. അപ്പൊ അതിനിടക്ക് ഞങ്ങള് ഷോർട്സ് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഇടണത്. ഈ ഇപ്പൊ എന്താ പറയാ, ഓട്ടത്തിനിടക്ക് ഈ ഓട്ടം ഇല്ലാത്ത സമയത്തൊക്കെ ഓടി വന്നിട്ടാണ് കുറച്ച് എടുത്ത് ഞങ്ങള് ഷോർട്സ് ഒക്കെ ചെയ്യുന്ന ലെൻസ്. പിന്നെ കൊച്ചിന്റെ പഠിത്തവും കാര്യമൊക്കെ, അവനിപ്പോ സ്കൂള് മാറാനായി. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഷോർട്സ് തന്നെ മിക്കപ്പോഴും ഞങ്ങൾക്ക് ഇടാൻ പറ്റണില്ല. അപ്പൊ നമ്മളറിയാവുന്നവരും അറിയാൻ പാടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെങ്ങനെയാണെങ്കിൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ജീവിതകഥ ചെറുതായിട്ട് സ്റ്റോറി ആയിട്ട് പറയാന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം അല്ലേ. അപ്പൊ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയില് ചെല്ലാനത്താണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും കൂടെ ഞങ്ങൾ 4 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. എൻ്റെ മൂത്തത് 3 ചേച്ചിമാരാണ്. അപ്പം എൻ്റെ ചെറുപ്പത്തിലെ അമ്മച്ചി നമ്മളെ ചുറ്റുപാടും കാര്യം അന്നൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ, ഇന്നത്തെ പോലെ അല്ല. അന്ന് അത്രയും കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ള ടൈമാണ്. അപ്പം അങ്ങനെ മൂത്തത് 3 ചേച്ചിമാരാണല്ലോ. അപ്പച്ചനും പണിക്കൊക്കെ പോകും. അപ്പച്ചനും ബോട്ടിൽ സ്ട്രാങ്കായിട്ടൊക്കെ പോണേ, ആര്യാക്കാരന് സ്ട്രാങ്കായിട്ടൊക്കെ പോകും. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്നാലും അപ്പച്ചന് ഒരു ചെറിയൊരു സ്വഭാവമുണ്ട്. കാരണം അപ്പച്ചൻ ഈ കുറച്ച് പൈസയൊക്കെ അന്നൊക്കെ പോകുമ്പോൾ പൈസയൊക്കെ കിട്ടും അപ്പച്ചന്. അപ്പച്ചൻ കുറച്ച് പൈസ അധികം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പച്ചൻ ആ പൈസ കൊടുത്തിട്ട് പതിയെ സ്കൂട്ടാവും. അത് കല്യാണം അമ്മച്ചിനെ കെട്ടിക്കഴിഞ്ഞല്ല, കല്യാണത്തിന് മുമ്പോട്ട് അപ്പച്ചന് ഈ സ്വഭാവമുണ്ട്. കാര്യം അപ്പച്ചനൊരു 10-17 വയസ്സുള്ളപ്പോഴൊക്കെ വീട്ടിലെ തറവാട്ടിലൊക്കെ ഇങ്ങനെ ചിന്തവാരത്തിന് വഴക്കട്ടെ. ഞാൻ ആ സമയത്ത് ഇല്ല, നമുക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ വഴക്കിട്ടൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മച്ചിയുടെ മൂത്ത ചേച്ചിയുടെ കെട്ടിയാനൊക്കെയാണ് പോയി അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞേക്കണം. പിന്നെ അമ്മച്ചിയുടെ മൂത്ത ചേച്ചിയുടെ കെട്ടിയാണ് അപ്പച്ചനെ കല്യാണം കഴിച്ച് കൊടുത്തത്. കാര്യം ആ അങ്കിളിന്റെ കൂടെയാണ് അപ്പച്ചൻ ചെറുപ്പം പോലെ ബോട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്ന അപ്പച്ചനെ ബോട്ടിൽ കൊണ്ടുപോയാൻ പിടിക്കുകയും ചെയ്തത് എൻ്റെ അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യം അമ്മച്ചി കുറച്ച് ബുദ്ധിമുട്ടും കാര്യം. അപ്പച്ചൻ ഇങ്ങനെ പോയാലും വരും കേട്ടോ. ആള് വരാണ്ടൊന്നും ഇരിക്കൂല. 1-2 ആഴ്ച കഴിയുമ്പോൾ ആള് വരും. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ തന്നെ നോക്കണം. അല്ലാണ്ട് നമ്മൾ നോക്കില്ലെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ആ ഒരു ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമൊക്കെയാണ് അമ്മച്ചിയും തീർത്ത്. അമ്മച്ചിയുടെ ചേച്ചിയുടെ മകളുമായിട്ട് ചേച്ചിയുടെ ഭർത്താവും അന്ന് പുറത്തുണ്ട്. പുള്ളി വഴിയായിട്ട് ചാൻസ് കിട്ടി ഗൾഫിൽ പോയി. ഞാൻ 1-ാം ക്ലാസ് 6 വയസ്സ് അതന്നെ. UKG ഇല്ല 6 ഞാൻ UKG പഠിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ അമ്മച്ചി പഠിപ്പിച്ചത്. കാര്യം ചേച്ചിമാര് 3 മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പൊ അമ്മച്ചിക്ക് എന്നോട് ഭയങ്കര ഒരു അമ്മകനല്ലേ ഉള്ളു, ഏറ്റവും ഇളയത്. കിട്ടേണ്ട ഭയങ്കര ആരെന്തിനും എന്നെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം. അന്ന് അങ്ങനെ സാമ്പത്തികമായിട്ടല്ല, എന്നാലും അമ്മച്ചിക്ക് ഞാൻ പഠിച്ച് നല്ല രീതിയിലാകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് സെന്റ് ജോസഫ് എന്ന് പറയും, അവിടെ എന്നെ കൊണ്ട് ആക്കിയൊക്കെ ചെയ്തു. ഒരു മകനല്ലേ ഉള്ളു. അപ്പൊ നല്ല രീതിയിൽ വളർന്നു വിട്ടാണ്. കാര്യം അമ്മച്ചിക്കൊക്കെ സത്യം പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ല അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ. അപ്പൊ നമ്മള് അങ്ങനെ നല്ലതായിട്ട് എന്ന് ഓർത്തിട്ട് അങ്ങനെ കൊണ്ടാക്കിയപ്പോ അമ്മച്ചി ഗൾഫിൽ പോയി. ഞാൻ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ. അപ്പൊ അവിടെ നിന്ന് തന്നെ അപ്പച്ചന് അവിടെ നിന്ന് മാറ്റി. കാര്യം ഞാനന്ന് അമ്മച്ചി പോയപ്പോഴത്തേക്കും പഠിത്തത്തിന്റെ അവരെന്തൊക്കെ പോയി. അപ്പച്ചനങ്ങനെ അമ്മച്ചി ചിലപ്പോ എന്നെ ട്യൂഷന് വിടും. അങ്ങനെ കൊണ്ടുനടക്കും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം കുഴപ്പമില്ല. അമ്മച്ചി പോയപ്പോഴത്തേക്കും പിന്നെ പഠിത്തത്തിലേക്ക് ഇത്തിരി അവിടെയൊക്കെ മാർക്ക് കുറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ നിർത്തൂല. കാരണം അപ്പച്ചൻ പിന്നെ അവിടെ നിന്ന് മാറ്റി ഇവിടെ അടുത്തൊരു സ്കൂളിൽ കൊണ്ടുവന്ന്
ആക്കി. അങ്ങനെ ഞാൻ ഇവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മച്ചി മരിച്ചു പോയത്. അമ്മച്ചിക്ക് ഒരു അറ്റാക്ക് പോലെ വന്നിട്ടാണ് മരിച്ചെന്നാണ് അന്ന് പറഞ്ഞത്. തിരിച്ചു വന്നില്ല, അമ്മച്ചി മരിച്ചു പോയി. അങ്ങനെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അന്നൊക്കെ ഞാൻ ചെറുതാണ്, നമുക്ക് അങ്ങനെ ഓർമ്മയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ ഓർമ്മകള് അമ്മച്ചിയുടെ ഉണ്ടെങ്കിലും മുഖം ഇപ്പോഴും നമുക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ മുഖം ഓർത്താൽ കിട്ടൂല. പിന്നെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ റീൽസിലൊക്കെ അമ്മച്ചിയുടെ റീലൊക്കെ എടുത്തിട്ടാണ് ആ ഫോട്ടോസിലെ മുഖം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് അവിടെ ചെന്നിട്ട് നമുക്ക് അയച്ചു തന്ന ഫോട്ടോയാണ്. അപ്പം അമ്മച്ചി മരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മച്ചിയുടെ അമ്മേനെയാണ് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങളെ നോക്കിയ കാര്യം. ഞാനൊക്കെ അന്ന് ചെറുതാണല്ലോ, ചേച്ചിമാരും ഉണ്ട്. അപ്പം അമ്മമ്മയാണ് അമ്മച്ചിയുടെ അമ്മ ഞങ്ങളെ നോക്കിയത്, വീട്ടിൽ വന്ന് നോക്കിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പഠിത്തം മൊത്തം കുളവായി. കാര്യം ഞാൻ പഠിത്തത്തിലൊക്കെ സത്യം പറഞ്ഞാൽ അത്ര ശ്രദ്ധയിലാണ്ടായി. നമുക്ക് പറഞ്ഞു തരാൻ പിടിക്കാൻ ആരില്ലാണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും പഠിത്തത്തിൽ കുറവ്. അപ്പച്ചൻ അവിടുന്ന് ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. അതിനൊക്കെ ഒരു കാരണം ഉണ്ട് കേട്ടോ. കാരണം പറഞ്ഞ അപ്പൊ അവിടെ പഠിത്തത്തിന് ഇപ്പൊ ഇത്തിരി കുറേ മാർക്കൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചൻ പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ അതേപോലെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടി അവിടെ TC മേടിച്ചു. അപ്പൊ എനിക്ക് ഇഷ്ടം തന്നെ. കാര്യം എന്റെ കൂട്ടുകാരെല്ലാം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാറ്, എനിക്ക് അവിടെ പഠിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ. അവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിയണത് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂൾ ഒരു പ്രൈവറ്റ് സ്കൂളായിരുന്നു. അത് ഗവൺമെന്റ് അംഗീകൃതമല്ലാത്ത കാരണം അവര് അവിടെ എടുക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് സ്കൂളിൽ വന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് ഇങ്ങനെയാണ് TC തരാൻ പറ്റുള്ളൂ, കാര്യം മാർക്കും കാര്യമൊന്നും ഇല്ല. അങ്ങനെയൊക്കെ എന്തോ അവരൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്ത് എന്തോ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 1-2 സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ വേണേൽ ക്ലാസ്സിലിരിക്കാം, അറ്റൻഡൻസ് എടുക്കൂലെന്ന് പറഞ്ഞു. വെറുതെ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പച്ചൻ അവിടെ നിന്ന് പ്രാവശ്യം കൂടെ വിളിച്ചിട്ട് വന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ വന്നു. ഒച്ചമകളൊക്കെ അവിടെ വെച്ച് എൻ്റെ TC വലിച്ചു കയറി അപ്പം കളഞ്ഞു. അപ്പം അതോടുകൂടി എൻ്റെ പഠിത്തം അവിടെ വെച്ച് നിന്നു. പിന്നെ കുറെ നാളിങ്ങനെ വീട്ടിലൊക്കെ അല്ല പാടൊക്കെ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ വെച്ച് പഠിത്തം നടത്തുന്നവര് അന്ന് അങ്ങനെ ഉണ്ട്. എന്നാലും 5ാം ക്ലാസ്സിൽ പഠിത്തം നടത്തി ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സത്യം പറഞ്ഞ അമ്മച്ചിയും ഇല്ല, കൂട്ടുകെട്ടും കാര്യമൊക്കെ എല്ലാം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് ഇത്തിരി അലമ്പും കാര്യമൊക്കെ അങ്ങനെ നടക്കുമ്പോൾ നല്ല പേരായിരുന്നു നാട്ടില്. സത്യം പറഞ്ഞു എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി നടപ്പായിരുന്നു. പിന്നെ ഇവിടെ ചോദിച്ചപ്പോ ഇവിടെ വീട്ടുകാർ ആദ്യം തന്നെ എനിക്ക് പിടിച്ച് കെട്ടിച്ചത് കാരണം ഞാൻ വിളിച്ചോണ്ട് പോരേണ്ടി വന്നില്ല. അപ്പൊ അങ്ങനെ പോയി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോന്നു. കുറെ നാള് കഴിഞ്ഞ് എൻ്റെ പെങ്ങന്മാരെല്ലാവരും കല്യാണം കഴിഞ്ഞ് അങ്ങനെ നിൽക്കണം. എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇവരെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ എൻ്റെ അങ്കിള് വഴിയായിട്ട് ഇയാളുടെ അപ്പച്ചനോട് ചോദിച്ചപ്പോഴത്തേക്കും രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇയാളെ വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്കും അവരപ്പച്ചൻ പറഞ്ഞ് നമുക്കൊന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. അല്ല അച്ഛൻ എൻ്റെ അങ്കിളിനോടല്ല എന്ന് വെച്ചാൽ എൻ്റെ അങ്കിളിനടക്കളൊരു കൂട്ടിന്റെ പുറത്ത് പറഞ്ഞ് നമുക്ക് ആലോചിക്കാൻ ഞായറാഴ്ച ഒന്ന് വീട്ടിലോട്ട് വന്നു പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അളിയൻ പറഞ്ഞ് ഇങ്ങോട്ടാരും പറയണ്ട, കാര്യം എന്നെ അറിയാം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ടാരും പറയണ്ട ഈ കല്യാണം നടത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവര് വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകുന്നു. അങ്ങനെ വന്ന് കിട്ടിയതാണ്. അപ്പൊ ഞങ്ങളുടെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടില് പണ്ട് അപ്പച്ചനുണ്ട് കേട്ടോ, അപ്പച്ചൻ വീട്ടിലുണ്ട്. ഞങ്ങള് ബന്ധുക്കാരോടൊക്കെ സംസാരിച്ച് കല്യാണം പള്ളിയിറങ്ങി ഞാൻ കെട്ടി കേട്ടോ. ഞങ്ങൾ കോഴ്സൊക്കെ കൂടി പോയി പള്ളിയിറങ്ങി ചീട്ടൊക്കെ മേടിച്ച് ഇവിടെ വീട്ടിൽ ചീട്ടൊക്കെ എല്ലാം വാങ്ങിച്ചു തന്നു. പള്ളിയിൽ നിന്ന് ചീട്ടൊക്കെ വാങ്ങിച്ചു തന്നു, എല്ലാം കഴിക്കണമല്ലേ, അതിനൊന്നും കുഴപ്പമില്ല, ചീട്ടൊക്കെ എടുത്ത് തന്നു പള്ളിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ കല്യാണത്തിന്റെ അന്നും ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും വലിയ ദിവസം കാര്യം അപ്പച്ചൻ കല്യാണം വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പച്ചൻ ഒരു പോക്ക് പോയി. കല്യാണം വിളിക്കാൻ പറഞ്ഞു പോയ ആള് പെട്ടെന്ന് തിരിച്ചു വന്നേക്കണേ. വന്നിട്ട് പറഞ്ഞ് എന്റെ ഒരു പെങ്ങള് ആലപ്പുഴയിലുണ്ട്, അപ്പൊ അവിടെ പോയി ഫസ്റ്റ് അവിടെ നിന്ന് വിളിച്ചു തുടങ്ങാന്ന് പറഞ്ഞ ആള് പോലെ ആളെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ആള് മൈൻഡ് ഔട്ടായി മാറി കിടക്കണേ. അപ്പൊ എന്താ കാര്യം വെച്ചാൽ പറഞ്ഞ് അവരവിടെ ഇല്ല കേട്ടാന്ന് പറഞ്ഞു. ആളുടെ മൈൻഡ് എന്ന് പറഞ്ഞല്ലേ എന്തെങ്കിലും വലിയ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ആളിന് ഭയങ്കര ഒരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ആളിന് പിന്നത്തെ മൈൻഡ് ഇതാണ്, ആളിന് സ്ഥലം വിട്ടുകളാണ്. അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം, എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്ന ഒരു മൈൻഡ്. വേറെ ആള് പാവവും കാര്യമൊക്കെയാണ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉത്തരവാദിത്തങ്ങളൊന്നും അങ്ങനെ എടുക്കുന്ന ആളിന് ഭയങ്കര എന്തോ അത്
അറിയില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ് ആള്. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞ് അപ്പൊ എനിക്ക് കല്യാണത്തിന് മുമ്പ് ബോട്ടിലൊക്കെ പോയി കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പൊ ആളെ പറഞ്ഞു അതിന്റെ പൈസ എനിക്ക് തരണം, ഞാൻ പോകുന്നു, എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് വെള്ളമായപ്പോഴത്തേക്കും അപ്പച്ചന്റെ അനിയൻ പറഞ്ഞ് ഒരു പണി പൈസ കൊടുത്തില്ല, ഇള പോയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്ത് ആളെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു മാസം മുമ്പല്ലേ, ഇല്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ്, അല്ല നമ്മളെ 2 ആഴ്ച, കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് ആള് പോയി. പിന്നെ അപ്പച്ചന്റെ അനിയനും ഫാമിലിയൊക്കെ കൂടെയാണ് ഞങ്ങള് കല്യാണമൊക്കെ എല്ലാം വിളിച്ച് കല്യാണമൊക്കെ നടത്തി. അത് കഴിഞ്ഞൊരു 2-3-4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ കല്യാണം. കാരണം ഞാൻ നിൽക്കുമ്പോൾ ചേച്ചിനെ കെട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവരെന്ത് പറയണ്ടല്ലോ വെച്ചിട്ട് ചേച്ചിയുടെ കല്യാണം, എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ കല്യാണം റെഡിയായി. അങ്ങനെ ആളെ വയനാട്ടിലാണ് കെട്ടിച്ചേക്കണം. കല്യാണമൊക്കെ എല്ലാം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ആള് അവിടെ ചെന്ന്, ഇവിടെ വന്നില്ല, അവിടെ ചെന്ന് ആള് ഇറങ്ങി. അപ്പച്ചൻ അവിടെ ചെന്ന് അവിടെ സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ ഇവിടെ വന്നത്. അങ്ങനെ കുറെ ആള് പിന്നെ ഇവിടെ വീട്ടിലുണ്ടായി, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പച്ചൻ ആദ്യം ഞങ്ങൾക്കൊരു വീടുണ്ടായി. കാര്യം എന്റെയൊക്കെ ചെറുപ്പത്തിൽ അപ്പച്ചൻ തറവാട്ടിൽ നിന്ന് മാറിയപ്പോഴത്തേക്ക് ഒരു വീടെടുത്ത് സ്ഥലമെടുത്ത് വീടൊക്കെ വെച്ച് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പുറം സൈഡിലാണ്. അത് ഇവിടെ നിന്ന് ഒരു ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്ത് അവിടെ ഒരു വീട് അപ്പച്ചൻ ആദ്യം വെച്ചതാണ്. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ അവിടെ വഴിയും കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്ട് വെള്ളം എടുക്കാനൊക്കെ കുറെ നടന്നു വന്നു. മൊത്തം ചുറ്റോടും തോടാണ്. അപ്പൊ വഴി ഭയങ്കര സീനാണ് കേട്ടോ. അവരെ വീടിന്റെ അകത്തൂടെ കയറി വേണം പോകാൻ ഒന്നാമത്തെ കാര്യം. അപ്പൊ അപ്പച്ചനെന്ന് പറഞ്ഞാൽ അന്ന് വടക്ക് കോഴിക്കോട് ആ സൈഡൊക്കെയാണ് ബോട്ടിലും വെള്ളത്തിലൊക്കെ ആയിട്ട് പോണത്. അപ്പൊ അമ്മച്ചിയും ചേച്ചിമാരൊക്കെ അന്ന് കുഞ്ഞാണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായ കാരണം എൻ്റെ അമ്മച്ചിയുടെ മൂത്ത ചേച്ചിയിലേക്ക് വീട് പറഞ്ഞാൽ ആ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം താമസിച്ചത്. അവര് പറഞ്ഞ് ആ വീട് അവിടെ വെറുതെ കിടക്കണം, അവര് വേറെ സ്ഥലവും കൂടെ ഒക്കെ എടുത്തപ്പോഴത്തേക്കും അവര് പറഞ്ഞു അപ്പൊ അത് റോഡ് സൈഡാണ് വീട്. അവര് പറഞ്ഞ ആ വീട് വിറ്റിട്ട് അന്ന് ആ വീട്ടില് പൈപ്പ് കണക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞാല് അമ്മച്ചിന് പറഞ്ഞ് ആ വീട് വെറുതെ കിടക്കണല്ലേ, നിങ്ങൾ ആ വീട് കൊടുത്തിട്ട് ഇവിടെ അവിടെ പോയി താമസിക്കാൻ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ വീട് വിറ്റിട്ട് അന്ന് അപ്പച്ചൻ എന്നുവെച്ചാൽ അത് ഈ അമ്മച്ചിയുടെ ചേച്ചിക്കൊക്കെ സർക്കാർ മിച്ചഭൂമി കൊടുത്തതാണ്. അപ്പൊ അത് ഇത്ര വർഷം കഴിയാണ്ട് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നൊരു നിയമമൊക്കെ വന്ന് മറ്റേ അന്നത്തെ പട്ടയത്തിൽ അവർ എഴുതിയിട്ടൊക്കെ എഗ്രിമെന്റ് ചെയ്തൊക്കെയാണ് കൊടുത്തത്. അപ്പൊ അത് കാരണം എഴുതി മേടിച്ചില്ല, വാക്കാലെ പറഞ്ഞ് പൈസ കൊടുത്തു. എന്നാൽ 25,000 രൂപ പറഞ്ഞിട്ട് 20,000 കൊടുത്തുള്ളൂ അപ്പച്ചൻ പറഞ്ഞത്. 5,000 രൂപ കൊടുക്കാനുണ്ടായത്. ബന്ധത്തിന്റെ പുറത്ത് അമ്മച്ചിയുടെ അമ്മയും പറഞ്ഞ് ഇപ്പൊ 20,000 കൂടെ പിന്നെ നമുക്ക് കൊടുക്ക, എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചിരുന്നത് വെച്ചാൽ. അങ്ങനെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഡാങ്കൂട്ടന് എൻ്റെ മകൻ അവന് 1 വയസ്സുണ്ടല്ലേ മോളെ, 1 വയസ്സില്ല. അവനെ പ്രസവിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് അവിടെ നിന്നിട്ടില്ല. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് വെച്ചാൽ ഇപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടുത്തെ തറ മണ്ണിന്റെ അടിയിലാണ്. മഴ പെയ്യുമ്പോഴത്തേക്കും അല്ല നമ്മുടെ ആ കോളനിയിലെ ഏറ്റവും താഴ്ന്ന ഒരു കോളനി. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവർക്കും വീട് പാസ്സായി. 4 ലക്ഷം രൂപ സർക്കാരിന്റെ ഫ്രീ ലോൺ ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരല്ലാത്ത ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. അപ്പൊ നമ്മളത് ചോദിക്കുമ്പോ എന്റെ അമ്മച്ചി ചേച്ചിയുടെ പറ്റി. അപ്പൊ അങ്കിളെന്നാ വിളിക്കണം. അപ്പൊ അങ്കിള് പറഞ്ഞത് ഞാൻ എഴുതി തരാം, അതിങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് നമുക്ക് വീട് വെക്കാൻ പറ്റാത്ത കാരണം ഇപ്പൊ ഈ വീടിന്റെ തറ ശരിക്കും പറഞ്ഞാൽ മണ്ണിനടിയിലാണ്, സമനിരപ്പല്ല, നല്ല വ്യത്യാസം താന്നാ നിൽക്കണം. അപ്പൊ മഴ പെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഓട്ടം പോട്ട് വരുമ്പോ ഇവള് വെള്ളം അകത്ത് നിന്ന് കോരി കളണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ 3 മാസം വീട്ടിലാരും ഇല്ലല്ലോ. അപ്പൊ അവനെ കിടത്തിയിട്ട് ഇവള് വെള്ളം കോരി കളണ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞു. വെള്ളമാണ് മൊത്തം. മഴ പെയ്ത പെരക്കകത്ത് വെള്ളമാണ്. ഞങ്ങള് വെള്ളത്തിൽ കൂടെ നടന്നാണ് പുറത്താട്ടൊക്കെ പോണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് വീടിന്റെ ഒരു പോർഷൻ പൊളിച്ചിട്ട് തറ പൊക്കി അത്യാവശ്യം നമുക്കൊരു മുറിയും അടുക്കള ഷെഡ് പോലെ എന്ന് വെച്ചാൽ അതിനുള്ള തറ ഹൈറ്റില്ല. അപ്പൊ പിന്നീട് ഒരു വീട് വെക്കുകയാണെങ്കിൽ നമുക്കത് പൊളിച്ച് വേണ്ടല്ലോ വെച്ചിട്ട് ആ രീതിയിൽ നമ്മളെ ഉണ്ടായ ഇവിടെ കഴുത്തേക്കണത് കെട്ടുതാലി കാര്യങ്ങൾ എൻ്റെ അന്ന് വല്ല പൈസ ഇല്ല, എന്നാലും എല്ലാം ഞാൻ ഇറക്കി ഒരു വീട് വെക്കാന്നുള്ള രീതിയിൽ നമ്മൾ അത് കെട്ടി. വീടായിട്ടല്ല, ഒരു ഷെഡ് പോലെ. നമ്മൾ ഷെഡാണെങ്കിൽ നമുക്ക് വീടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓടിട്ട് അങ്ങനെ കട്ട കെട്ടിയൊക്കെ തന്നെ ചെയ്യണത്. അങ്ങനെ ചെയ്ത് തുടങ്ങി പകുതി ആയപ്പോഴത്തേക്കും വീടൊക്കെ പൊളിച്ച് ഞങ്ങൾ തറ കെട്ടിയല്ലേ, തറയൊക്കെ കെട്ടി ഫില്ല് ചെയ്ത് കട്ട കെട്ടാനുള്ള സാധനവും മേൽക്കൂടിന്റെ മരത്തിന്റെ ഓടിടാനുള്ളതിൽ ഇതെല്ലാം ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടായ പൈസ നമ്മുടെ പേരിലല്ല നമുക്ക് അറിയാമായിരുന്നു. എന്നാലും നമ്മുടെ പേരിലല്ല, എന്നാലും നമുക്ക് അസുഖം അവനാണെങ്കിൽ അസുഖം മാറി നേരമില്ല. ഈ തണുപ്പായതുകൊണ്ട് ഈ വെള്ളം വന്ന് നിന്ന് കഴിഞ്ഞാൽ അവന് ജലദോഷം പനി മാറി നേരമില്ല. അവസാനം ആ ക്ഷമ വെച്ചിട്ട് ഞങ്ങളത് പൊളിച്ച്
തറവെക്കാന്നേ ഉണ്ടായിരുന്നല്ലോ, വേറെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. നമുക്കത് തരുമെന്നല്ലേ പറയണല്ലോ. കാരണം നമ്മളതുകൊണ്ട് നമ്മള് ഞാൻ 22 വയസ്സ് വരെ അവിടെ ജീവിച്ചു. അപ്പൊ നമ്മളെ സ്വന്തം വീട് പോലെയല്ല അവർ തരാന്ന് പറഞ്ഞ കാരണം പിന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങളത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്കിള് കോടതി കൊണ്ട് സ്റ്റേ മേടിച്ച് ഞങ്ങള് പണി നടന്നിരിക്കുമ്പോ കോടതിയിൽ നിന്ന് ആള് വക്കീലേക്ക് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, കാര്യം പുള്ളിയുടെ വീട് നിങ്ങളെ പുള്ളിനോട് ചോദിക്കാണ്ട് പൊളിച്ച് എന്നുള്ള രീതിയിൽ കൊണ്ട് പുള്ളി കേസ് കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ ജീവിതത്തില് തകർച്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ എല്ലാ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പൈസയില്ല കാര്യമാണ് സത്യം പറയാം. ഉള്ള താലിമാല വരെ വിറ്റാണ് നമ്മളത് തുടങ്ങിയത്. അപ്പൊ അതങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പകുതി വീട് പൊളിച്ചിട്ടിട്ട് അവിടെ നിൽപ്പുണ്ട്, അതിന്റെ അകത്തോട്ട് പോലും കയറാൻ പറ്റില്ല. കാര്യം തറ അത്ര അടുത്തിരിക്കണോണ്ട് ഒരാൾ ചരിഞ്ഞാണ് അതിനകത്ത് കയറിക്കൊണ്ടിരുന്നത്. പിന്നെ അവളെ വീട്ടിലായിരുന്നു ഞാനും. കൂടുതലും കൊച്ചിന് ഒരു വയസ്സ് 1.5 വയസ്സ് അപ്പൊ ഇവളുടെ വീട്ടിലായിരുന്നു അവളെ. ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്കും അളിയന് കല്യാണമായി. പിന്നെ നമ്മ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. കാര്യം പെങ്ങളും വന്ന് വീട്ടിൽ നിൽക്കണം. ഞാൻ അങ്ങനെ നമ്മുടെ വണ്ടി ഞാനിവിടെ കോട്ടം പോകുമ്പോഴത്തേക്കും ഒരു ചേട്ടനുണ്ട്, അയാളുടെ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ആ ചേട്ടനായിട്ട് സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഈ താമസിക്കുന്ന വീട് ആ ചേട്ടനാണ് ഞങ്ങൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഞങ്ങള് അന്ന് ആ വീട് പണിയുടെ ബാക്കി പൈസ ഒരു 25,000 രൂപ 28,500 ഉണ്ട്. അങ്ങനെ 25,000 രൂപയുടെ അഡ്വാൻസും കൊടുത്ത് 3,500 രൂപ കുറച്ച് പാത്രവും സാധനങ്ങളും പഴയ വീട്ടിൽ കുറച്ച് പാത്രം സാധനം ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെള്ളം നശിച്ചു. നമ്മളവിടുന്ന് വീട് സ്റ്റേ വന്ന് പോയപ്പോഴത്തേക്കും അവിടെ കിടന്നെല്ലാം വെള്ളം കയറി മഴയൊക്കെ കയറി മൊത്തം അലമ്പായി പോയി. അത്യാവശ്യം 3,500 രൂപ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ജീവിതം തുടങ്ങി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങള് പഴയ വീട് കേസാണല്ലോ. കേസ് നടന്ന് അങ്ങനെ കേസ് കൊടുത്തു. അപ്പൊ നമ്മള് ഇടക്ക് കോടതി വിളിപ്പിക്കും. അങ്ങനെ ചെന്ന് അപ്പൊ അങ്ങള് പറഞ്ഞ് പുള്ളിക്കാരന് 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് ഉള്ള വീട്ടുകാരൊക്കെ പോയി സംസാരിച്ചു. ആദ്യം 3 ലക്ഷം രൂപ തരാന്നൊക്കെ പറഞ്ഞ് ഇവിടെ അപ്പച്ചനൊക്കെ പോയി സംസാരിച്ചെങ്കിലും പുള്ളി അത് സമ്മതിച്ചിട്ട് പിന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറയാൻ 10 ലക്ഷം രൂപ തരാന്ന് പറയും. അങ്ങനെ പിന്നെ ഞാനും പറഞ്ഞു അത് എന്തെങ്കിലും ആട്ടെ, അത് ഇപ്പൊ കേസ് നടന്ന് എന്താ വന്നെന്ന രീതിയിലാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് തൊണ്ടയില് ക്യാൻസർ ആണ്. എന്തോ കുടലിലെന്തോ ക്യാൻസർ അറിയില്ല, ഞാനങ്ങനെ പോയൊന്നുമില്ല. ക്യാൻസർ വന്ന ആള് അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കിടന്ന് ആള് മരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ മകന് വിൽപ്പത്ര എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മകൻ കോടതിയിൽ വിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു 3.5 ലക്ഷം രൂപ തന്നാന്ന് പറഞ്ഞു. അപ്പൊ തരാന്ന് പറഞ്ഞു. അപ്പൊ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 ലക്ഷം രൂപ എന്നെ കൊണ്ട് കൂട്ടിയാൽ അല്ല അതിന്റെ അല്ല മെയിൻ ആയിട്ടുള്ള കാര്യം 3.5 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഒരു വഴിയുമില്ല. കാര്യം നമ്മുടെ ഉണ്ടായ എല്ലാ സ്വർണ്ണവും നമ്മൾ വിറ്റിട്ടാണ് അത് ചെയ്തത്. പിന്നെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ആർക്കെങ്കിലും അത് കൊടുത്തിട്ട് അവിടെ നിന്ന് അഡ്വാൻസ് മേടിച്ച് ഇവർക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാന്ന് വെച്ച് ഞങ്ങള് ഞാൻ ആദ്യം കൊണ്ട് രണ്ടുപേരെ കണ്ടപ്പോ അവര് സംഭവം 16 ലക്ഷം രൂപ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മുടെ അവസ്ഥ അറിയുമ്പോഴത്തേക്കും നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പൊ അതുവരെ അവർ വെയിറ്റ് ചെയ്യണമല്ലോ. പിന്നെ നമ്മുടെ പേരിലാക്കി തിരിച്ച് അവരെ പേരിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അത് മനസ്സിലായപ്പോഴത്തേക്ക് അവര് 16 പറഞ്ഞ ആൾക്കാർ 12 ആക്കി. അങ്ങനെ 1-2 പേര് വന്ന് ലാസ്റ്റ് നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു ചേട്ടനൊക്കെ അത് 13 ലക്ഷം രൂപ. കാര്യം ഇത് പുറത്ത് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കാര്യം അവര് പറഞ്ഞത് 5 ലക്ഷം രൂപ തരാം, നിങ്ങൾ ഇറങ്ങി തന്നാ മതി എന്നാ പറഞ്ഞത്. നമുക്ക് 5 ലക്ഷം രൂപ അന്ന് പുറത്തായിട്ട് പോയെന്ന് പറഞ്ഞാൽ 2 സെന്റ് സ്ഥലം പോലും മേടിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വിറ്റ് 13 ലക്ഷം രൂപ ഞങ്ങളത് കൊടുത്തിട്ട് അതിലേന്ന് ഞങ്ങൾ 3 ലക്ഷം രൂപ. അപ്പൊ ഞങ്ങള് ഈ പൈസ കിട്ടി ഞങ്ങൾ ഈ താമസിക്കുന്ന വീട്ടുകാർ അറിഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളിത് വാടക കൊടുക്കണില്ല, ഞങ്ങൾ പണയത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ പണയത്തിന് എത്തില്ലെങ്കിൽ ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. അത് അവരാ പൈസ കിട്ടിയോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ നോക്കിയപ്പോ കുഴപ്പമില്ല. കാര്യം നമ്മൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസം വാടക കൊടുക്കണ്ടല്ല. അപ്പൊ ഞാൻ നിൽക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെയാണ് ഞങ്ങൾ ആ പൈസ ഇവര് കൊടുത്തത്.
കൊടുത്ത് മറ്റേ ബാക്കി പണയത്തിനാക്കിയത്. ബാക്കി കിട്ടിയ പൈസ ഞങ്ങൾ ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പൊ താമസിക്കണം. ഞങ്ങൾ പിന്നെ വേറെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് 4 സെന്റ് സ്ഥലം ഞങ്ങൾക്കായിട്ട് ദൈവം ഒരുക്കി ഇട്ടിട്ടുണ്ടായി അവിടെ. അത് എന്തോ ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് പാട്ടി പോകുമ്പോ നമുക്ക് ദൈവം തരുമെന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ലല്ലോ. ആ സ്ഥലം ഞങ്ങള് ചെറിയൊരു അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഇട്ടിട്ടുണ്ടായി. അങ്ങനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പൈസ അവർ തന്ന പൈസ ഞങ്ങൾ 3 ലക്ഷം രൂപ അവർക്ക് കൊടുത്ത് സംഭവമൊക്കെ എഴുതി മേടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വീട് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഇപ്പൊ പറഞ്ഞില്ലേ ആ മകൻ എഴുതി കൊടുത്തെന്ന് പറഞ്ഞില്ല, ആ മോന് പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്നിട്ട് പുള്ളിക്കാരൻ മരിച്ചുപോയി. ആള് മരിച്ച്. പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്കും 3 ലക്ഷം ചേട്ടൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അങ്കിളുടെ വൈഫ് എന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ആന്റി മൂത്ത ചേച്ചി പുള്ളിക്കാരത്തി മരിച്ചുപോയി. പിന്നെ അതിന്റെ ഏറ്റവും മൂത്ത ഒരു മകനുണ്ട് പുള്ളിക്കാരനും. 3 ആൺമക്കളായിരുന്നു. 3 ആൺമക്കളിൽ 2 ആൺമക്കളും മരിച്ചു. അവർ അറ്റാക്ക് വന്ന 2 പേരും മരിച്ചു. ആന്റിക്ക് എന്തോ ഷുഗർ കൂടിയിട്ട് കാലൊക്കെ മുറിച്ച് അങ്ങനെ ചെറിയ വിഷയക്കാട്ടാ മരിച്ച. മരിപ്പിലൊന്നും പോയില്ല. കാര്യം വേറെ ഒന്നുമല്ല, നമ്മള് ഇത്രയും നമ്മളെ ഈ ജീവിതം ഇങ്ങനെ ആക്കിയത് അവരാണ്. അവരെന്തുകൊണ്ട് ഞാൻ പോയില്ല അവിടെ. സത്യം പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും തുറന്നു പറയല്ല. നമുക്ക് ഈ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരെന്നുള്ള ഇതിൽ എനിക്ക് അവരുടെ സത്യം പറഞ്ഞാൽ വെറുപ്പാണ് എന്തൊക്കെയാണെങ്കിലും. കാര്യം ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഒരാളോട് നമ്മളൊരു ബുദ്ധിമുട്ട് ഇന്നുവരെ കാണിച്ചിട്ടില്ല. കാര്യം ഒരു 100 രൂപ ആണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊണ്ടേ കൊടുക്കും. അല്ലാണ്ട് ഞാൻ ഇന്നുവരെ അല്ലാണ്ടുള്ള ചീത്തപ്പേരും കാര്യം നമ്മളിപ്പോ വെള്ളവടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഇന്നുവരെ ഒരാളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയില്ല, ആ മരിപ്പിലൊന്നും ഞാൻ പോയില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ആ സ്ഥലത്തിനൊക്കെ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് പൈസയൊക്കെ ഞാൻ കുറച്ച് ചെറിയ ഇൻസ്റ്റാൾമെന്റ് പരിപാടിയൊക്കെ ഉണ്ടായി. TV സാധനം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാത്ത പണിയൊന്നും ഇല്ല. വെള്ളത്തെ പോവും, മരപ്പണിക്ക് പോവും, പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങനെ ഓടിയെന്ന് വെച്ചാൽ വെള്ളത്തെ എപ്പോഴും പണി ഉണ്ടാവില്ല. അപ്പൊ പണിയില്ലാത്തപ്പോഴത്തേക്ക് ഒരു പണിയാട്ടെന്ന് വെച്ചൊരു ഓട്ടോ എടുത്ത് അങ്ങനെ ഓടി. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അടുത്ത ദുരന്തത്തിൽ വന്ന് ചാടിയെന്ന് പറഞ്ഞാൽ ഈ 3 ലക്ഷം രൂപ 3 ലക്ഷം കൊടുത്തിട്ട് ലാഭമല്ല. നമുക്ക് വീട് വാടക കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അങ്ങനെ നിക്കാന് അതിനപ്പുറത്തെ പണിയാണ് പിന്നെ തന്നത്. എന്ന് വെച്ചാ ഇവര് കുറെ നാളെ നമ്മൾ ആ സ്ഥലം എടുത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവര് ഞങ്ങള് പറഞ്ഞ ഞങ്ങള് ഒരു ഡിസംബർ, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 5 കൊല്ലമായില്ലേ, 4 കൊല്ലം മുമ്പല്ലേ, കൊറോണക്ക് മുമ്പാണ്. അവര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങള് അങ്ങോട്ട് വരാൻ പോണേ, അപ്പൊ നിങ്ങൾ മാറിക്കോട്ടെ. അപ്പൊ നമ്മുടെ എഗ്രിമെന്റ് തീരാനായിട്ട് ഇവരായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായി. എഗ്രിമെന്റിന് തീരാനായിട്ട് ഒരാഴ്ചയുള്ളു. അപ്പൊ അവര് പറഞ്ഞ് മാറിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പോ വേറെ വാടക വീടൊക്കെ തിരക്കിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളാ സ്ഥലം കുറെ ദൂരം പോകണല്ലോ. അപ്പൊ നമ്മൾ എടുക്കാൻ നിൽക്കുന്ന സ്ഥലത്തിന് ചെറിയ പേപ്പറിന് ഇഷ്യൂ ഒക്കെ ഉണ്ട്. കാരണം അവരുടെ അപ്പാപ്പന്റെ പേരിലേക്കാണ് പേപ്പർ ഇരുന്നത്. അവർ പോക്കുവരവും ചെയ്യാത്തതുകൊണ്ട് താമസം ഉണ്ടായ കാരണമാണ് അങ്ങനെ നമ്മൾ പേരിലാക്കാനാ അന്ന് ആ ഇടക്ക്. അങ്ങനെ അവരോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്തായാലും എടുക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലമല്ലേ, നിങ്ങൾ അവിടെ ഒരു ചെറിയ ഷെഡ്യൂൾ കെട്ടി അവിടെ താമസിച്ചു. കരണ്ടും ലോണും കാര്യമൊന്നും കിട്ടൂല. അപ്പൊ അന്ന് ഈ കടപ്പുറം സൈഡിലുള്ളവർക്ക് ലോണൊന്നും കൊടുക്കൂല എന്നുള്ളവർ എന്തുകൊണ്ടായി അങ്ങനെ കുറച്ച് ലോണിലൊന്നും ഞങ്ങൾ നോക്കിയില്ല. നമുക്ക് ഫ്രീ ലോൺ കിട്ടാം, അല്ലാണ്ട് ബാങ്ക് ലോൺ അല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഫ്രീ ലോൺ ഉണ്ട് അത്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഷെഡ് വെച്ച് ഒരു പൈസ തരുമെന്നും പറഞ്ഞ് നമ്മൾ എന്നിട്ട് ഇവര് പൈസ തന്നില്ല. അങ്ങനെ കുറെ പോയി കഴിഞ്ഞ് ഫസ്റ്റ് കൊണ്ടുവന്നൊരു 50,000 രൂപ എന്നല്ലേ, ഫസ്റ്റ് കൊണ്ടുവന്നൊരു 50,000 രൂപ എന്നിട്ട് പറഞ്ഞ്. അപ്പൊ കൊറോണ വന്നപ്പോഴത്തേക്കും അപ്പൊ അതിനിടക്ക് നമ്മള് ഈ പണയത്തിനെടുത്ത വീട്ടിലെ ചേച്ചിയുടെ അമ്മ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അവിടെ ചേർന്നായിട്ടാണ് എഗ്രിമെന്റ്. പുള്ളിയുടെ വൈഫ് ഷുഗർ വന്നിട്ട് കുറെ വിഷയങ്ങളൊക്കെ കോട്ടയത്ത് അങ്ങനെ കാല് മുറിച്ച് ഇഷ്യൂലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചോദിച്ചു. ആ സമയത്ത് ഈ കാര്യം പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചില്ല, ചോദിക്കാണ്ട് അങ്ങനെ കുറെ ആളെയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി മരിച്ചുപോയി. ചേച്ചി പുള്ളിക്കാരുടെ വൈഫ് മരിച്ചുപോയി. 5-6 മാസത്തേക്ക് പിന്നെ നമ്മൾ ആ കാര്യമായിട്ട് സംസാരിച്ചൊന്നും ചെന്നില്ല. അത് കഴിഞ്ഞാണ് കൊറോണ വന്നത്. കൊറോണ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കൂണം 50-40 ഒരു 1,41 അല്ലേ, 1,40,000 നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ഓർക്കണത് അവർ തരുമായിരിക്കും. കാര്യം അങ്ങനെ തന്നെ ഉണ്ടല്ലോ. കാരണം നമ്മള് എഗ്രിമെന്റ് പുതുക്കിയില്ല തന്നെ. കാര്യം അവർ പറഞ്ഞ എഗ്രിമെന്റിന് പുതുക്കണം, എന്തായാലും മാറാളല്ലേ എന്ന് പറഞ്ഞ് നമ്മള് നമ്മളെ വീടൊക്കെ വെച്ച് അങ്ങനെ ഇന്ന് കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും 5 മാസം 6 മാസം എന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അല്ലാണ്ട് നമ്മുടെ പൈസ തന്നില്ല. വിളിച്ചാൽ എടുക്കൂല. ഇപ്പൊ 2 മാസം പറയും, നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല ഒന്നാമത്തെ കാര്യം. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും വാട്സപ്പിലൊക്കെ ഞാൻ കേസ് കൊടുക്കാൻ പോകണം മറ്റേ മറിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിളിച്ചിട്ട് പറയടാ ഒന്നും തോന്നില്ല, ഇങ്ങനെ വേറെ പാർട്ടി കൊടുത്തിട്ട് കിട്ടിയില്ല,
അല്ല ആളുടെ കയ്യിൽ ഇല്ലെന്ന് ആളുടെ പൈസ ഇല്ല. നമ്മളും വേറെ ഒന്നുമല്ല, ഇല്ലാത്ത പൈസ ആർക്കും തരാൻ പറ്റൂല. അതിപ്പോ അങ്ങനെയല്ലേ, നമുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. നമ്മളും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്ന നമ്മളങ്ങനെ. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തരിയൽ എന്നുള്ള ഒരു സ്റ്റൈലായിട്ടൊക്കെ പോയപ്പോഴത്തേക്കും ഞാനിവിടെ നിങ്ങളുടെ അടുത്ത സ്റ്റേഷനിൽ കൊണ്ട് ഞാൻ പരാതി കൊടുത്തു. ആളെ കുറിച്ച് വിവരമില്ലാണ്ടായി. അപ്പൊ ഞങ്ങളുടെ പരാതി കൊടുത്തപ്പോഴത്തേക്കും അവിടെ വിളിപ്പിച്ച് വന്ന് 3 മാസത്തിനുള്ളിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവിടെ എഴുതി സൈൻ ചെയ്ത ആള് പോയി. അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ സാറേ അപ്പൊ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ വീട് ഞങ്ങൾ അറിയാണ്ട് ഇവര് വേറെ ആൾക്കാർക്ക് വിറ്റ്. അവര് വിറ്റിട്ട് അവര് വന്നപ്പോഴാണ് നമ്മളറിയണത് ഈ വീട് ഇവര് വേറെ ആൾക്കാർക്ക് വിറ്റിട്ടുണ്ടെന്ന്. അപ്പൊ അവര് വന്ന് കിടന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ ഇവിടെ നിന്ന് മാറണം, എന്റെ വീടാണ്, മറ്റാണ് മറിച്ചാണ്, എന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കണം, ഞാൻ വാടക തരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നമ്മള് വാടക തരാണ്ട് താമസിക്കുന്നത്, ഞാനിവിടെ പണയത്തിനെടുത്ത വീടാണിത്. കാര്യം 3 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അതിൽ നിന്നൊന്ന് എനിക്കിനി 1,60,000 തരാനുണ്ട്. അതാരെങ്കിലും തന്നാൽ ഞാൻ മറത്തല്ല, എനിക്ക് ആരെയും വീടൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനില്ലാത്ത ദിവസം വന്ന് ഇവിടെ ഉണ്ടാക്കിയപ്പോ ഞാൻ വന്ന് ചെറിയൊരു വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ സ്റ്റേഷനിൽ 3 മാസം എഴുതി മാറിയിക്കണമെന്ന് പറഞ്ഞല്ല. അപ്പൊ അവിടെ വെച്ച് ആ ചേച്ചി നോബി എന്ന ചേച്ചിയുടെ പേര്, അപ്പൊ ചേച്ചി അവിടെ വെച്ച് പറഞ്ഞു സാറേ ഞാൻ പൈസ കൊടുക്കുമ്പോഴത്തേക്കും ഇവര് മാറിയേക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അവർക്ക് വീട് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ എസ്ഐക്കാരനോട് പറയണ വീട് മാറി കൊടുത്തേക്കണം കേട്ടോ, പിന്നെ നീക്ക് 1 ആഴ്ച വേണോ 2 ആഴ്ച വേണമെന്ന് പറയാൻ നിൽക്കരുത്, നിന്റെ വീടിന് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ തീർത്തേക്കണം കേട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്റെ കൂടെ ഓടാനായിട്ട് ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് 50,000 വെച്ച് അവരെ കടന്നു. ചേച്ചി പറഞ്ഞു എവിടെന്നെങ്കിലും വാങ്ങിച്ച് മാറിക്കോ, അതിന്റെ പണിയുണ്ട് ചെയ്ത് തീർത്തപ്പോ നമ്മള് 3 മാസമേ ഉള്ളൂ. അങ്ങനെ ഞാൻ 1 ലക്ഷം രൂപ 2 പേരോട് മേടിച്ച് പൈസ കിട്ടുമ്പോഴത്തേക്കും നമുക്കായല്ലോ. ബാക്കി എന്തെങ്കിലും കുറച്ച് പണിയോടെ ഉണ്ടെങ്കിൽ ബാക്കി ബാലൻസ് 60,000 രൂപ നമ്മള് ചെയ്ത് നമുക്ക് അത്രേ ഉള്ളൂ. ഏകദേശം പണിയൊക്കെ തീർന്ന് കിടക്കണേ. അങ്ങനെ വയറിങ് പ്ലംബിംഗ് ഒക്കെ നമ്മളത് ചെയ്ത് ശരിക്കും പറഞ്ഞ ഇപ്പൊ 4 അല്ലല്ലോ നമ്മള് 5 വർഷമായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ പൈസ ഞാൻ അത് ഇതൊക്കെ ചെയ്ത് അങ്ങനെ നമ്മള് ഒറ്റടിക്ക് വെച്ച് വീടല്ല, ഓരോ പോർഷനായിട്ട് കുറച്ച് അടുക്കള പിന്നെ എടുത്തത്. ആദ്യം ഒരു ബെഡ്റൂമും ഹാളും കൂടെ എടുത്ത്, പിന്നെ അപ്പുറത്തേക്ക് ഒരു ബെഡ്റൂം ഹാളും അങ്ങനെ എടുത്ത് നമ്മള് ഒരുപാട് പണി ഞാൻ തന്നെയാണ് അതിൽ ചെയ്തേക്കണം കേട്ടോ. കാര്യം നമുക്ക് അങ്ങനെ കുറെ പൈസകളൊക്കെ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടും. രാത്രിയും പോലോട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്താണ് ആ വീട് അത്ര എത്തിച്ചേക്കണം. പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ എന്നെ അറിയാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചു തന്നിട്ടുണ്ട്. വന്ന് താമസിക്കുമ്പോൾ നമുക്ക് അത്ര പരിചയമില്ല, എന്നാലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ബുദ്ധിമുട്ടില്ലാണ്ടാണ് ആ വീട് അത്ര ആക്കിയെടുത്തത്. അപ്പൊ ഒരുപാട് പേർക്ക് നമുക്ക് നന്ദിയുണ്ട് കേട്ടോ. അത് ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ആ പൈസ വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിവരവും ഇല്ല. കാര്യം പിന്നെ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവര് പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറിച്ചാണ്. അങ്ങനെ അവര് പിന്നെ വിളിപ്പിച്ചിട്ട് അവർ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞത് ഞങ്ങൾക്ക് പൈസയുടെ ഇടപാടുകളൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇപ്പൊ അതും ഒരെത്തുമ്പോഴത്തില്ല. കാര്യം ആ പൈസ ഇപ്പൊ കിട്ടുക കിട്ടില്ലെന്നും പറഞ്ഞു. ഇപ്പൊ കാര്യം കോടതി വഴിയൊക്കെ പോകാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കൊച്ചിന്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമായിട്ട്. അപ്പൊ കോടതി എന്തായാലും വക്കീലിനൊക്കെ ആണെങ്കിൽ നല്ലൊരു പൈസ 10-20,000 ആവും. പിന്നെ അതിന് താമസം ഉണ്ടോ പൈസയുടെ കാര്യമില്ല. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ എന്തായാലും നമുക്കിപ്പോ പുതിയ വീട് വെച്ചിട്ട് അങ്ങോട്ട് 1 ലക്ഷത്തി നമുക്കത് നല്ലൊരു തുക തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോ ഇനി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവിടെ നിൽക്കും. അത് ഒന്നെങ്കിൽ ഇപ്പൊ എടുത്തേക്കുന്ന ആൾക്കാരെ നമുക്ക് പൈസ തരണം, അതല്ലെങ്കിൽ ഞങ്ങൾ മാറിക്കൊടുക്കാൻ വരുമ്പോ അവര് ആരുടെ സംസാരിച്ച് കിട്ടുമെന്ന് നോക്കും. അതല്ലെങ്കിൽ നമുക്ക് ദൈവം ഏതെങ്കിലും വഴി എന്തെങ്കിലും തന്നാ നമ്മൾ അങ്ങോട്ട് മാറും. ഇതായിരിക്കും അവരെന്തെങ്കിലും ചെയ്തോട്ടെ. കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ വന്നപ്പോ നമ്മളൊന്നും ഇല്ലാണ്ട് വന്ന ആൾക്കാരാണ്. പോകുമ്പോഴും നമ്മൾ ഇതൊന്നും ചുമന്നുകൊണ്ട് തല വെച്ചിട്ട് പോകാനും പോകണില്ല. പിന്നെ നമുക്കുള്ളത് ദൈവം തരുമെന്നുള്ള വിശ്വസത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അല്ലാണ്ട് എനിക്കങ്ങനെ പൈസനോ അങ്ങനെ വലിയ ആർത്തിയും കാര്യമുള്ള ആളൊന്നുമല്ല. നമുക്ക് കിടന്നത് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകും, അത്രേ ഉള്ളൂ. അതിനുള്ള വഴി അതിപ്പോ ഞാൻ പറഞ്ഞേ, നമുക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ ഞങ്ങളിവിടെ വന്ന് കയറിയപ്പോ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാണ്ട് സീറോയിലാണ് ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറുന്നത്. എന്റെ മകൻ പൊടിയാണ് ഇവിടെ വന്ന് കയറിയെന്ന് ഞാൻ തലയും കുത്തി എന്റെ മാൻ്റെ ഇവിടെ പൊട്ടിച്ച് കോഴി അങ്ങനെ
സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. ആ അടുത്തുള്ള ഒരു ചേട്ടൻ ഞാൻ പറയും ഇവിടെ ആക്കി തന്നെ നമ്മൾ ഈ വീട് പരിചയപ്പെടുത്തുന്ന പറഞ്ഞ ചേട്ടനായിട്ടൊക്കെയാണ് അത്യാവശ്യം ചിലരൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീട് ഇപ്പൊ നമുക്ക് നമ്മുടെ ചെറുപ്പം പോലെ നമുക്കൊരാഗ്രഹം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തെന്നുള്ള പേര് ചെറുപ്പം പോലെ എനിക്കുണ്ടായി. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ച് നമുക്ക് വില ആധാരമൊക്കെ ആക്കി എടുത്ത് വീട് വെച്ച് ഇപ്പൊ അങ്ങനെ കിടക്കണേ. നമുക്ക് അങ്ങോട്ട് മാറാൻ പറ്റില്ല. നമുക്കിപ്പോ ഒന്നും ഇല്ലെന്ന് പറയണ്ട, നമുക്കിപ്പോ ഒരു വീടുണ്ടെന്ന് പറയാം, 4 സെന്റ് സ്ഥലമാണെന്ന് പറയാം. പക്ഷെ അങ്ങോട്ട് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഇപ്പൊ 2 കൊല്ലമായിട്ട് അവിടെ കിടന്ന മഴ കൊണ്ട് പൂപ്പല് പിടിച്ച് ഭയങ്കര സീനായിട്ട് കിടക്കണ വീട്. അപ്പൊ ഇനി ഇപ്പൊ ഈ പൈസ കിട്ടണം, അല്ലെങ്കിൽ മാറണമെന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റോറി ഇവിടം വരെ ഉള്ളത്. പിന്നെ എന്ത് പറയാനാ, പിന്നെ ഞങ്ങള് സ്നേഹിച്ച് കെട്ടിയാണ് ഞങ്ങള്. ഒരുപാടായി ഞങ്ങളെ വലിച്ചു കിട്ടുന്നില്ല. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചുരുക്കി അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ നമ്മൾ അതിന്റെ മറുപടി തരുന്നതായിരിക്കും കേട്ടാ. അപ്പൊ എന്തെങ്കിലും ഈ ഇങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ വീഡിയോ ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തന്നെ കുറെ എടുത്തിട്ടാണ്. അല്ല ഇതിപ്പോ കുറെ നേരം എടുത്തിട്ടാണ് ഇത്ര ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇന്നെടുക്കാൻ തുടങ്ങിയല്ല, കുറെ നാളായിട്ട് എടുക്കും. എടുത്ത് പറഞ്ഞു വന്ന് ശരിയാണ്ടാകുമ്പോഴത്തേക്കും ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ ചെറുടക്കൊക്കെ ഞാൻ പറഞ്ഞു നീ പറ, എന്റെ കഥയില്ല നീ പറയാ, എന്റെ കഥ ഞാനല്ലേ പറഞ്ഞു, നീയാണോ പറഞ്ഞത്. അപ്പൊ നിനക്കാണ് ഇത്ര നീ പറയാൻ കേട്ടോ, ബുക്കിൽ എഴുതി വെച്ചിട്ട് നീ പറയുന്നൊക്കെ അതേമാതിരി ഇപ്പൊ ഇത്രയും പറഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ രണ്ടെങ്കിലും അങ്ങോട്ട് ഞാൻ പറയും നീ എന്തായാലും നോക്കണില്ല, ഞാൻ അങ്ങോട്ട് പറയാൻ പോളെ. പറയാനാണെങ്കിൽ കുറെ ഉണ്ടാട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയാണ്. പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് വേറൊന്നുമില്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മള് വലിയ കോടീശ്വരനാകാനാ കാറ് മേടിക്കാനാ അങ്ങനെയൊന്നുമല്ല. നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല, ലാസ്റ്റാണിത്. ഇതേ ഉള്ളു. ഇപ്പൊ ഇതില് നമുക്ക് എന്തെങ്കിലും കിട്ടി തുടങ്ങിയാൽ നമുക്ക് സൂഹിക്കാൻ വേണ്ടിയല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് എന്താ പറയാ, സ്വന്തമായിട്ടൊരു വീട്ടിൽ സമാധാനമായിട്ട് വീടൊന്ന് ജീവിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്, അപ്പൊ അതൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ എന്നെ പോലെ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഒരുപാട് വീടും കൂടിയും ഒന്നും ഇല്ലാണ്ട് തെരുവില് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഒന്നും ഇല്ലാണ്ട് വന്നവനെ അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എല്ലാം ഉണ്ടായിട്ട് പെട്ടെന്നൊരു സമയത്ത് പോകുമ്പില്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീട് എങ്ങനെയെങ്കിലും വെച്ച് തീർത്ത് അതിന്റെ സമാധാനത്തിൽ കിടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നാളെ സമയത്ത് എന്തെങ്കിലും മെച്ചം ഉണ്ടായ നമുക്ക് മകനൊരു വീട് അല്ലെ, അങ്ങനെ ഒരു അനുഭവിച്ചിട്ടുണ്ട്. വീടില്ല ഒന്നും പറയിപ്പിക്കില്ല, അതിനിടയ്ക്ക് കയറി വരും. ഇത് ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ഇടക്കിടക്ക് കയറി വരും എല്ലാം ഉണ്ടാക്കും വന്നിട്ട്. അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. ഇത് വെറുതെ പറഞ്ഞല്ല കേട്ടാ. എന്തായാലും നമ്മളിത് അപ്ലോഡ് ചെയ്യണ വീഡിയോ അല്ലേ, നമുക്ക് എന്തെങ്കിലും നാളെ ഒരു മെച്ചം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാരും അല്ല നമുക്ക് പറ്റുന്നവരെ നമ്മൾ സഹായിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പോകണമെന്നാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മളെ ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ഞാൻ എന്റെ സ്കൂളിലൊരു മൂളിപ്പാട്ട് പോലും പാടാത്തതാണ്. പക്ഷെ ജീവിതം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്താ പറയാ, എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ചെയ്തു പോകുന്നു. അപ്പൊ എന്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പോ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവട്ടെ. അത് വേറൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാന്, ചേട്ടയുടെ വീഡിയോ ആദ്യത്തെ കണ്ടിട്ട് എന്റെ നാട്ടുകാരെല്ലാരും ഇത്രയും ഞാൻ അധികം ആൾക്കാരോട് അങ്ങനെ മിണ്ടാറുന്നില്ല. കാര്യം മിണ്ടാത്ത പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് ഒരാളോട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ നമ്മൾ വഴക്കിടേണ്ടി വന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വേറൊരു സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ ആരോടും അധികം അടുത്ത് ഉണ്ടാറില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ ഞാൻ അധികം കൂടുതൽ എടുക്കാറുള്ളൂ. അപ്പൊ അത് കാരണം ആൾക്കാരെല്ലാവരും എന്നെ കാണുമ്പോൾ ഓർക്കും ഞാനൊരു കുശുമ്പനാണെന്നൊക്കെ ഓർക്കും. കുശുമ്പനൊന്നും അല്ലല്ലേ, പിന്നെ ഇതേപോലെ പറഞ്ഞാൽ എന്റെ കൂടെ ഇറങ്ങി വരികയല്ല. അപ്പൊ സൂചി ജീവിക്കാനോ എന്താ കുഴപ്പം എനിക്ക്? അല്ല, എന്റെ ഒരു അവസ്ഥയിൽ ആരും ഇറങ്ങി പോരിയലാണ്. ശരിയാണോ. ഞാൻ പറയാ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ ഒന്നും ഇല്ലായ്മ കൊണ്ട് എന്നോട് ഇറങ്ങി വന്നോണ്ടാ.
അല്ലാണ്ട് എനിക്ക് ഈ വീടും സ്ഥലവും കാറും ഉണ്ടായിട്ടൊന്നും അല്ല, നമുക്കൊന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാരും ഇവരോട് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുക്കണ വേറെ കൊതുകുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണ വേറെ ഒന്നും ഓർക്കത്. അപ്പൊ എല്ലാരും പറഞ്ഞ് അവന് വീടില്ല, വീട്ടിൽ അമ്മച്ചിയില്ല, നീ അവിടെ പോയി പാടോടും മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ വീട്ടുപണിന്ന് അറിയാൻ പറ്റാട്ടോ വന്നത്. ഫസ്റ്റ് ദിവസം വന്നിട്ട് തുണിയെടുത്തലക്കാൻ കൊടുത്തപ്പോ അതും പിടിച്ചിട്ട് പിഴിഞ്ഞിട്ടിരിക്കും, കരഞ്ഞിട്ട്. ഞാൻ പറയാം എന്താണ്, എനിക്കറിയാൻ പോലെ. അപ്പൊ എനിക്കറിയാൻ കാര്യം, ഞാൻ വീട്ടില് ചേച്ചിമാരെല്ലാം പോയപ്പോ ഒരു 16 വയസ്സ് തൊട്ട് ഒരു 19 വയസ്സ് വരെ ഞാൻ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പൊ എന്റെ തുണിയും കാര്യമൊക്കെ ഞാൻ തന്നെ ഇളക്കിക്കൊണ്ടിരുന്ന എനിക്കറിയാവുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ റെഡിയാക്കി. ഇപ്പൊ നല്ല കുക്കൊക്കെ ഉണ്ട്, ആള് കറിയൊക്കെ വെക്കും, സെറ്റപ്പ്. പൊങ്ങണ്ട, ഞാൻ വെറുതെ നിൽക്കാന്ന്. പച്ചക്കറി പരിചയപ്പെടുത്തുന്നില്ല, ആളുറങ്ങിപ്പോയതാ. ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു 9:30. പിന്നെ അങ്ങനെ ഇരുന്ന 10 നേരം പറഞ്ഞപ്പോ ഞാനും ഉണ്ട് കേട്ട വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഫുഡും കഴിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് ആള് കിടന്നുറങ്ങിപ്പോയി, എന്നെ വിളിച്ചേപ്പിച്ചില്ല. അപ്പൊ ഞങ്ങൾ വിളിച്ച് നിർത്തണം, ഇനി വലിച്ചു നീട്ടണം. അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി ബായ്. ഒരാളെ കൈകൂപ്പി ഒരാളെ കാറ്റാന്ന് കണ്ട.